1000 ആണ്ട് കഴിയുമ്പോൾ സാത്താനെ തടവിൽ നഴിച്ചുവിടും. അവൻ ഭൂമിയുടെ 4 ദിക്കിലുമുള്ള ജാതികളായി സംഖ്യയിൽ കടൽപ്പുറത്തമണ പോലെയുള്ള ഗോഗ് മാഗോഗ് എന്നവരെ കൂട്ടിച്ചേർക്കേണ്ടതിനെ വശീകരിപ്പാനായി പുറപ്പെടും. അവർ ഭൂമിയിൽ പരക്കെ ചെന്ന് വിശുദ്ധന്മാരുടെ പാളയമായ പലസ്തീൻ നാടിനെയും വിശുദ്ധ നഗരമായ യെരുശലേമിനെയും വളയും. സാത്താന്റെ അന്ത്യ പോരാട്ടാണത്. കർത്താവ് എന്ത് ചെയ്യുന്നറിയാമോ? സൊദോം ഗൊമോറയിൽ അഗ്നി അയച്ചതുപോലെ ഈ ഗോഗ് മാഗോഗ് യുദ്ധത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ആകാശത്ത് ഇറക്കി ദഹിപ്പിച്ചു. യുദ്ധത്തിൽ പങ്കെടുക്കാത്ത ദുഷ്ടന്മാർ ലോകത്തിൽ വിവിധ സ്ഥലങ്ങളിൽ ഉണ്ടായിരിക്കും. അവരെ എന്ത് ചെയ്യുമെന്ന് മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിലുണ്ട്. ദൂതന്മാരെ അയച്ച് അറസ്റ്റ് വാറന്റ് അനുസരിച്ച് ആ ദുഷ്ടന്മാരെ നുള്ളിപ്പെറുക്കി നരകത്തിൽ തട്ടും. യുഗാവസാനത്തിൽ അങ്ങനെ സംഭവിക്കുന്ന മത്തായി സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് സാത്താനെ കയ്യോടെ പിടിച്ച് നിത്യനരകത്തിയിലേക്ക് തട്ടും. സാത്താൻ അവിടെ ചെല്ലുമ്പോൾ അതിന് 7 കൊല്ലം മുമ്പ് 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞിട്ടാ സാത്താൻ അങ്ങോട്ട് ചെല്ലണേ. അതിന് 7 കൊല്ലം മുമ്പ് 1000 ആണ്ട് വാഴ്ച, അതിന് 1000 വർഷം മുമ്പ് നരകത്തിലേക്ക് വീണവരാണ് അന്ത്യകൃഷ്ണങ്ങളുടെ പ്രവാചകൻ. 1000 ആണ്ട് വാഴ്ച തുടങ്ങണേക്കാളും മുമ്പാണ് ഹർമഗദ്ദോൻ യുദ്ധത്തിൽ മൃഗത്തെയും കള്ളപ്രവാചകൻ നരകത്തിൽ തട്ടിയേ. അത് കഴിഞ്ഞ് 1000 കൊല്ലം സാത്താനെ അടച്ചിട്ടു. 1000 കൊല്ലം കഴിഞ്ഞ് തുറന്നു വിട്ട് അന്ത്യപോരാട്ടം കഴിഞ്ഞ് ഗോഗ് മാഗോഗ് യുദ്ധത്തിന്റെ വലിയ അവസാനത്തിൽ സാത്താനെ പിടിച്ച് നരകത്തിലേക്ക് തട്ടുമ്പോൾ സാത്താൻ അവിടെ ചെല്ലുമ്പോൾ 1000 കൊല്ലം മുമ്പ് അവിടേക്ക് ചെന്ന കള്ളപ്രവാചകനും അന്ത്യക്രിസ്തുവോടെ ജീവനോടെ കിടക്കുന്നുണ്ടെന്ന്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നരകത്തിലെത്തി പെട്ടെന്ന് ദഹിപ്പിച്ച് ഭസ്മമാക്കുന്ന തീയല്ല, ദണ്ഡനം തന്ന് നിത്യത വരെ സൂക്ഷിക്കുന്ന തീയ. നരകത്തെ കുറിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ഗന്ധകം കത്തുന്ന തീ പൊയ്ക. പൊയ്ക അർത്ഥം തടാകം. നരകത്തിൽ എന്തൊക്കെയുണ്ടെന്നറിയാവോ? നരകത്തിൽ തീയുണ്ട്, നരകത്തിൽ കൂരിരുട്ടാണ്, നരകത്തിൽ ഗന്ധകമുണ്ട്. ഗന്ധകം ദുർഗന്ധമുള്ളതാണ്, വസ്തുക്കളെ കേടുകൂടാതെ സൂക്ഷിക്കുന്നതുമാണ്. പിന്നെ അവിടെ പുകയുണ്ട്, അവിടെ കൃമിയുണ്ട്, അവിടെ പുഴുവുണ്ട്, അവിടെ പല്ലുകടിയുണ്ട്, അവിടെ കരച്ചിലുണ്ട്. ഇതാ നിത്യമായ നരകം. നരകത്തിൽ കിടക്കുന്ന ആൾക്ക് തൊട്ടടുത്ത് കിടക്കുന്ന നരകവാസിയെ കാണാൻ കഴിയത്തില്ല, കൂരിരുട്ടാണ്. ചില വിചാരിക്കുന്നത് കർത്താവിനെ കൂടാതെ ജീവിച്ചാൽ എൻ്റെ അമ്മച്ചി കിടക്കുന്ന നരകത്തിൽ എനിക്കും പോയി കിടക്കാലോ. അവിടെ ചെന്ന് അമ്മച്ചിയെന്ന് വിളിക്കുമ്പോൾ തമിഴനെങ്ങാനായിരിക്കും ചിലപ്പോൾ വിളിയേക്കണേ. അവൻ അവിടെ കിടന്നുകൊണ്ട് ദുഷിക്കുകയായിരിക്കും, തമ്മിൽ കാണാൻ പോലും കഴിയത്തില്ല. ചില വിചാരിക്കുന്ന അയൽവക്കക്കാരുടെ കൂടെ കിടക്കാന്നാ. അങ്ങ് വാ, ഇപ്പൊ കാണാം. രക്ഷിക്കപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ സാത്താനെ നരകത്തിലേക്ക് തട്ടും. നരകത്തിലേക്ക് തട്ടിയ ശേഷമാണ് അന്ത്യന്യായവിധി. ഇവിടെ എഴുതിയിട്ടുണ്ട് ഫൈനൽ ജഡ്ജ്മെന്റ്, അന്ത്യന്യായവിധി. ചില ചോദിക്കും, മനുഷ്യൻ ഇത്രമാത്രം ദുഷ്പ്രവർത്തികളൊക്കെ ചെയ്തിട്ട് ദൈവം എന്താ ന്യായം വിധിക്കാത്ത? ദൈവം അങ്ങനെ പെട്ടെന്ന് അന്ത്യന്യായവിധി നടത്തത്തില്ല. ദൈവം അതിനോടൊരു സമയം നിശ്ചയിച്ചിട്ടുണ്ടെന്നാണ് ബൈബിൾ പറയുന്നത്. അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവനൊരു ദിവസത്തെ നിശ്ചയിച്ചു. ദൈവത്തിന്റെ കലണ്ടറിൽ ഒരു ഡേറ്റ് കുറിച്ചിട്ടുണ്ട്. ആ ഡേറ്റ് ആകാതെ ആ സിംഹാസനം സ്ഥാപിക്കത്തില്ല. കാരണം എന്നറിയാമോ? പാപികളെല്ലാവരും തികയണം. പാപികളെല്ലാവരും ഇതുവരെ തികഞ്ഞിട്ടില്ല. തികഞ്ഞെങ്കിലേ ആ സിംഹാസനം ദൈവം സ്ഥാപിക്കുള്ളൂ. അന്ത്യന്യായവിധി പറയാൻ ഏകദേശം 2.5 മണിക്കൂർ വേണം. ഞാൻ പെട്ടെന്ന് തൊടുകുറിയായി ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താം. വെളിപ്പാടിന്റെ വെളിച്ചത്തിൽ വെളിപ്പാട് പുസ്തകം 20-11 മുതൽ 15 വരെയുള്ളതായ വാക്യങ്ങളിലാണ്, 5 വാക്യങ്ങളിലാണ് അതിന്റെ ബെഞ്ചിനെ കുറിച്ച്, അതിന്റെ സിംഹാസനത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ രംഗം കാണുന്ന അവിടെയാ. ഈ വിഷയത്തിന് വെളിപ്പാട് നൽകുന്ന ബൈബിളിലെ ഇതര വാക്യങ്ങൾ ചേർത്ത് വെച്ച് പഠിക്കുമ്പോൾ വിശാലമായ വെളിപ്പാട് ഈ വിഷയം സംബന്ധിച്ച് കിട്ടും. എല്ലാം ചേർത്ത് എങ്കിൽ പറയണമെങ്കിൽ ഏകദേശം 2.5 മണിക്കൂർ. ഇടയ്ക്ക് പാട്ട് പാടിയാൽ അത് കൂടുതൽ വേണം. കറണ്ട് പോയാൽ പറയുകയും വേണ്ട. അപ്പൊ നോക്കിയേ, വെളിപ്പാട് പുസ്തകം 20-11 മുതൽ 15 വരെ വായിക്കുമ്പോൾ ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിലൊരുത്തിന് ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല.
മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്കെടുത്ത വിധിയുണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും എന്ന് വെച്ചാൽ ഏതവനെയും, അച്ഛനായാലും കൊള്ളാം കപ്പ്യാരാണെങ്കിലും കൊള്ളാം, ഏതവനെയും തീപ്പൊയ്കയിൽ തട്ടും. 21:8 ആരെ തീപ്പൊയ്കയിൽ തട്ടണ്? എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും നുണ പറയുന്ന ഏവർക്കുമുള്ള ഓഹരി. പെന്തക്കോസ്തുകാരനാണെങ്കിലും നുണ പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന വഴിയിലത്രേ. അത് രണ്ടാമത്തെ മരണം. ചിലരോ പോകുന്നത് കോട്ടയത്തേക്കാ. എങ്ങോട്ടാ അച്ചായ പോകുന്നതെന്ന് ചോദിച്ചാൽ പറഞ്ഞത് ഞാൻ ഇത്തറ്റം പോകുകയാണ്. ഇത്തറ്റെന്നൊരു സ്ഥലം ഭൂലോകത്തിലില്ല. ഹൃദയപൂർവ്വ സത്യമല്ല അത്. കോട്ടയത്തിന് പോകുക എന്ന് പറഞ്ഞാൽ ഈ വഴിയാത്രക്കാരൻ തടഞ്ഞു നിർത്തുവോ? കയ്യിലെ പോക്കറ്റ് അടിക്കുവോ? ഇല്ല. തൃശ്ശൂർ ടൗണിൽ വെച്ച് ഒരാളെ കണ്ടു. ഉദാഹരണം, എങ്ങോട്ടാ പോണേന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു ഞാൻ കോട്ടയത്തേക്കാണ്. കോഴിക്കോട് എന്നപ്പോഴുണ്ട് ആ മനുഷ്യ ശാന്തി നിൽക്കണു. കോട്ടയം തൃശ്ശൂരിന്റെ തെക്കും കോഴിക്കോട് വടക്കുക. എന്തിനാ നുണ പറയണേ? ചിലർ കൊച്ചുങ്ങളുടെ കരച്ചിൽ നിർത്താൻ പറയാ എലി എലിന്ന്. എലിയൊന്നുമില്ല, അത് നുണയാട്ടോ. പോഷ്കിന്റെ ആത്മാവ് അത് പറയിപ്പിക്കണം, ദൈവാത്മാവല്ല. പോസ്റ്റ്മാൻ പോവുക, മമ്മി കൊച്ചിന്റെ കരച്ചിൽ നിർത്താൻ പറയാ ധർമ്മക്കാരൻ പോകുന്നെന്ന്. ആള് പിടുത്തക്കാരൻ പോകുന്നേ. കൊച്ചു വലുതായി വന്ന് പിന്നീട് ഒരിക്കൽ പോസ്റ്റ്മാനെ കണ്ടപ്പോ കൊച്ച് കശ്മാവിരിയോട്ട് മറിഞ്ഞെന്ന് പറയാ ആള് പിടുത്തക്കാരൻ പോകുന്നേ. ഹൃദയപൂർവ്വം സത്യം സംസാരിക്കണം ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ തമാശയ്ക്ക് പോലും നുണ പറയരുത്. അത് പറയിപ്പിക്കുന്ന ദൈവാത്മാവല്ല, സാത്താന്റെ ആത്മാവാ. ചിലര് കല്യാണ വീട്ടിലൊക്കെ തമാശ പറഞ്ഞ കേട്ടാൽ പൊടിപ്പും തൊങ്ങലും ഒക്കെ വെച്ച് അങ്ങ് പാസ്സാക്കുക. ആ വരുന്നു ഉണ്ട സ്വത്രം. ചിലരൊക്കെ ഒരു കാര്യം പറയണമെങ്കിൽ പൊടിപ്പും തൊങ്ങലും വെച്ചങ്ങ് ഫിറ്റ് ചെയ്ത് പറഞ്ഞ കേട്ടാണ്ട് എന്ത് വാചാലതയെന്നറിയാമോ? ഇല്ലാത്തൊക്കെ വെച്ച് പിടിപ്പിച്ച് ന്യായവിധി നാളിലേക്ക് ഇതൊക്കെ കൂട്ടി വെക്കുക. ഉള്ളത് മാത്രം പറഞ്ഞാൽ തന്നെ വേണ്ടത് പറയാനുണ്ടല്ലോ നമുക്ക്. പിന്നെ അതിനെ ഇല്ലാത്തതും കൂടെ പറയണേ. ചില പറയാ എന്റെ വീട്ടിൽ മുറ്റത്ത് ഒരു പാമ്പ് വന്ന് പ്രിയപ്പെട്ടവരെ മൂർഖനായിരുന്നു, ഇത്ര മണ്ണുണ്ട. എന്താ അത്ര മണ്ണുള്ള മൂർഖൻ? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അത്ര മണ്ണുള്ള മൂർഖൻ. കാഴ്ചകളായി പോലും കണ്ടിട്ടില്ല അത്ര മണ്ണുള്ള മൂർഖൻ. അങ്ങനെ അടിച്ചുവിടരുത്. മൂർഖന്റെ വണ്ണം പറയാൻ അറിയുമെങ്കിൽ പറഞ്ഞാൽ മതി, അലി പറയണ്ട. പോഷ്ക്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന പൊയ്കയിൽ എത്രേ? പുതിയ ശിലേമിലാണെന്നല്ല, തീയും ഗന്ധവും കത്തുന്ന പൊയ്കയിൽ എത്രേ? അത് എവിടെ വിശദീകരിക്കുക സമയം? അവിടെ ഇരിക്കുന്നത് വലിയ വെള്ള സിംഹാസനം കണ്ടോ? വെളിപ്പാട് 20:11 വായിക്കുക. ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിലൊരുത്തനിരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവൽ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് കണ്ടു എന്നാ നമ്മുടെ തർജ്ജമയില്. ഇംഗ്ലീഷ് ബൈബിളില് മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് കണ്ടു എന്നല്ല, മരിച്ചവർ ആബാലവൃദ്ധം ദൈവം മുൻപാകെ നിൽക്കുന്നത് കണ്ടു. അപ്പൊ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ആരാ? ദൈവം. ആ ദൈവം ആരാ? മത്തായി 5:22 എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്ന പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് തൃത്വത്തിൽ രണ്ടാമനായ പുത്രനാം ദൈവമാണ് ഈ സിംഹാസനത്തിൽ ഇരിക്കുന്നത്. ആ സിംഹാസനം വലിയതാണ്. എന്താ വലുതാണെന്ന് പറയാൻ കാരണം? നമ്മുടെ കർത്താവ് ആളത്വത്തിൽ വലിയവനാ. 104 സങ്കീർത്തനം, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ ദൈവമായ യഹോവേ നീ ഏറ്റവും വലിയവൻ. ഞങ്ങളെ പഠിപ്പിച്ച TG ഉമ്മച്ചനൊപ്പത്തിന് ഇരിക്കണമെങ്കിൽ ഉമ്മച്ചപ്പച്ചനൊത്ത കസേര വേണം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉമ്മച്ചനൊപ്പത്തിനെ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? ഇപ്പൊ കുട്ടികൾക്ക് ഇരിക്കാൻ പ്ലാസ്റ്റിക് കസേര കിട്ടും. ആ കസേരയിൽ നമ്മളെ പോലെയുള്ളവർക്ക് ഇരിക്കാൻ പറ്റുമോ? ഇല്ല. ഇതുപോലെ ദൈവത്തവരായിരിക്കുമ്പോൾ ഇരിക്കുന്നവന്റെ ആളത്വത്തിന്റെ വലിപ്പത്തിനനുസരിച്ചുള്ള സിംഹാസനം വേണം. വലിയതാണ്.
വെള്ളസിംഹാസനം എന്ന് പറയാൻ കാരണം എന്നാണെന്നറിയാവോ? അവിടെ കൈക്കൂലിയില്ല, മുഖപക്ഷമില്ല, അവിടെ നീതിപൂർവമായ വിധിയാണ്. വിശുദ്ധിയുടെ സിംഹാസനമാണത്. അശുദ്ധി അല്പം പോലുമില്ല. അവിടെ കൈക്കൂലിയൊന്നുമില്ല. പ്രധാന ജഡ്ജി നമ്മുടെ കർത്താവ് യേശുവാണ്. ആമേൻ. ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിലൊരുത്തരിക്കുന്നത് കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശം ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആ ബാലവൃദ്ധം, മൂലഭാഷ ചെറിയവരും വലിയവരും, കുട്ടികൾ എന്നല്ല അതിന്റെ അർത്ഥം. ആമേൻ. ചെറിയവരും വലിയവരും എന്ന് വെച്ചാൽ അത് പ്രായത്തെയല്ല, സ്ഥിതിയെ കാണിക്കുക. ധനവാനും ദരിദ്രനും, പണ്ഡിതനും പാമരനും, കുചേലനും കുബേരനും, മുതലാളിയും തൊഴിലാളി, ഏത് മതസ്ഥന്റെ കൊച്ചാണെങ്കിലും നന്മതിന്മകൾ തിരിച്ചറിയാൻ പ്രായമാകുന്നതിന് മുമ്പ് മരിച്ച സ്വർഗത്തിൽ പോകുന്ന യേശു പറഞ്ഞിട്ടുണ്ട്. തെളിയിക്കാൻ സമയമില്ല. ശിശുക്കളെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവർ തടുക്കരുത്, ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതാണ്. യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചത് ജന്മപാപത്തിനും കർമ്മപാപത്തിനും വേണ്ടിയാ. ജന്മഭാവം ആരുടെയും കണക്കിലിടുന്നില്ല. കർമ്മപാപം എന്ന് പറയുന്നത് നന്മതിന്മകൾ തിരിച്ചറിയാൻ പ്രായമായ ശേഷം അറിഞ്ഞുകൂട്ടി ചെയ്യുന്ന പാപങ്ങളാ. അതിന് മോചനം ക്രിസ്തുവിൽ വിശ്വസിച്ചാലേ കിട്ടൂ. അതുകൊണ്ട് വിശ്വാസിക്കാൻ പ്രായമാകാത്ത കുട്ടികളുടെ പാപമൊന്നും കർത്താവ് കണക്കിലെടുക്കുന്നില്ല. ആ കുട്ടികൾ മരിച്ച സ്വർഗത്തിൽ പോകും. അതുകൊണ്ട് കുട്ടികൾ പെട്ടെന്ന് മരിച്ച സ്വർഗത്തിൽ പോകാൻ വേണ്ടി മാമോദിസയുടെ ആവശ്യവും ഇല്ല. അത്രയും പറഞ്ഞാൽ ആ ഭാഗം വിടുകയാണ്. സ്തോത്രം. വലിയവരും ചെറിയവരും അബാലവൃദ്ധം നിൽക്കുന്ന എന്ത് ചെയ്തു? കണ്ടു. പിന്നെ വായിക്കേണ്ട പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം തുറന്നു. പുസ്തകങ്ങൾ തുറന്നു എന്ന് പറയുമ്പോൾ വേദപുസ്തകം അവിടെ തുറക്കപ്പെടും. മാത്രമല്ല പാപികളുടെ പാപത്തിന്റെ പട്ടികകൾ എഴുതി വെച്ച ചാർജ് ഷീറ്റ് മഹസറുണ്ട് അവിടെ, അത് തുറക്കപ്പെടും. പിന്നെ ജീവപുസ്തകം തുറക്കും. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. ദൈവത്തിന്റെ വചനമാകുന്ന പുസ്തകം അവിടെ തുറക്കപ്പെടും. ഈ വചനം വെച്ചാണ് ന്യായം വിധിക്കുന്നത്. പഴയതും പുതിയതുമായ നിയമങ്ങൾ അടങ്ങിയ സത്യവേദ പുസ്തകം എന്ന ഇതാണ് നിയമപുസ്തകം. ഇന്ത്യൻ പീനൽ കോഡ് ഉണ്ടല്ലോ, നിയമപുസ്തകം ഇതാണ് സ്വർഗത്തിൽ. പിന്നെ മനുഷ്യൻ നന്മതിന്മകൾ തിരിച്ചറിഞ്ഞ ശേഷം മരിക്കുന്നവരെ ചെയ്ത പാപത്തിന്റെ പട്ടികകൾ ദൈവം എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് 50-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നു. ഇവ നീ ചെയ്തു, ഞാൻ മിണ്ടാതിരിക്കിയാൽ ഞാൻ നിന്നെ പോലെയുള്ളവനെന്ന് നീ വിചാരിച്ചു, എന്നാൽ ഞാൻ നിന്നെ ശാസിച്ച് നിന്റെ കണ്ണിന് മുമ്പിൽ അവയെ നിരത്തി വയ്ക്കും. മനുഷ്യൻ ചെയ്ത പാപങ്ങളെല്ലാം ദൈവം ഇവിടെ നിരത്തി വയ്ക്കും. ജീവപുസ്തകം തുറക്കും. പല ഉദ്ദേശമുണ്ട് ആ പുസ്തകം തുറക്കുന്നതിന്. ഒരു ഉദ്ദേശം, അതിൽ ഈ മാന്യന്മാരായ പാപികൾ ഞാൻ പറയാം, അവരുടെ പേരില്ല എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അവരുടെ പേര് അതിനകത്ത് ഇല്ല. അതിൽ പേരെഴുതാനുള്ള വ്യവസ്ഥ ഇവർ അനുസരിച്ചിട്ടില്ല. ദൈവപുത്രനെ ഇവർ സ്വീകരിച്ചിട്ടില്ല, വീണ്ടും ജനിച്ചിട്ടില്ല, വിശ്വാസം ഉണ്ടായിട്ടില്ല, അവരുടെ പേരില്ല എന്ന് വെളിപ്പെടുത്താൻ വേണ്ടി അത് തുറക്കും. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്ന് പുസ്തകങ്ങളിൽ എഴുതിരുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരവരുടെ പ്രവർത്തികൾക്കടുത്ത് ന്യായവിധി ഉണ്ടായി. മരിച്ചേട്ടൻ കുർബാന ഇല്ലിച്ചുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. കാഞ്ഞിരക്കുരു കുഴിച്ചിട്ടിട്ട് അച്ഛൻ പ്രാർത്ഥിച്ചാൽ മൂവാണ്ടമ്പാവ് മുളയ്ക്കുവോ? ഇല്ല. കാഞ്ഞിരക്കുരു കുഴിച്ചിട്ടാൽ കാഞ്ഞിരത്തൈ മുളയ്ക്കും. കശുവണ്ടി കുഴിച്ചിട്ടാൽ കശുവാവ് മുളയ്ക്കും. പാപിയെ കുഴിച്ചിട്ട് പ്രാർത്ഥിച്ച വിശുദ്ധന് ഉയർക്കത്തില്ല, പാപിയെ ഉയർക്കുള്ളൂ. പാപിയെ കുഴിച്ചിട്ട് അച്ഛൻ പ്രാർത്ഥിച്ചാൽ വിശുദ്ധന് ഉയർക്കുമെന്ന് അച്ഛൻ പറഞ്ഞാൽ ഞാൻ സമ്മതിക്കാം. ഒരു കാര്യം, അച്ഛാ ഞാൻ കാഞ്ഞിരക്കുരു കുഴിച്ചിടും, അച്ഛൻ പ്രാർത്ഥിച്ച ആദ്യം മൂവാണ്ടമ്പാവ് മുളപ്പിക്കും. അത് അച്ഛന് കഴിയില്ലെങ്കിൽ മറ്റതും കഴിയത്തില്ല. അവരവരുടെ പ്രവർത്തികൾക്കടുത്ത് ന്യായവിധി ഉണ്ടായി. സമുദ്രത്തിലാണ് മരിച്ചവരുടെ ശരീരങ്ങൾ പലതും കിടക്കുന്നത്. പലരുടെയും മരണവും പാതാളവും തങ്ങളിൽ മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണം എന്ന് വെച്ചാൽ ശവക്കുഴി എന്നിവിടെ എഴുതാതെ മരണമെന്ന് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ശവക്കുഴിന്നാ. ശവക്കുഴിന്ന് എഴുതാതെ മരണമെന്ന് എഴുതാൻ കാരണം എന്താ പറയുക? മരിച്ച എല്ലാവരുടെയും ശവങ്ങൾ ശവക്കുഴിയിലല്ല. ചിലർ ശവക്കുഴിയിൽ വെക്കുന്നു, മണ്ണിൽ ലയിച്ചു ചേരുന്നു. ചിലർ ദഹിപ്പിക്കുന്നത് പഞ്ചഭൂതങ്ങളിൽ ലയിച്ചു ചേരുന്നു. വെള്ളത്തിൽ ചീഞ്ഞു പോകുന്നു. കാട്ടുമൃഗങ്ങൾ തിന്ന് വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു. ഇങ്ങനെ വിവിധ സ്ഥലങ്ങളിലാണ് മരിച്ചവരുടെ ശരീരധൂളികൾ കിടക്കുന്നത്. മരണം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ മരിച്ച പാപിയുടെ ശരീരത്തിന്റെ അംശങ്ങൾ ലോകത്തിൽ പഞ്ചഭൂതങ്ങളിലോ എവിടെയായാലും മരണത്തിന്റെ താക്കോൽ കൈവശമുള്ള കർത്താവ് വിളിക്കുമ്പോൾ ശരീരധൂളികൾ പുനഃസംഘടിപ്പിക്കപ്പെട്ട് ആസ്തിത്വത്തിലേക്ക് വന്ന സ്ഥൂലാവസ്ഥയെ പ്രാപിക്കും. ഡെഡ് ബോഡിയാകുന്നു. പാതാളം തങ്ങൾ മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? ആത്മദേഹികളാകുന്ന ആളത്വം പാതാളത്തിൽ വേദനപ്പെടുകയാണ്. ശരീരമാണ് ദ്രവിച്ചു പോയേക്കണേ. മരണത്തിന്റെയും പാതാളത്തെയും താക്കോൽ കൈവശമുള്ള കർത്താവ് മനുഷ്യപുത്രന്മാരെ തിരികെ വരുമെന്ന് പറയുമ്പോൾ ആത്മദേഹികൾ ഒന്നായ ആളത്വം
ആ ധനവാൻ ഇങ്ങ് കയറി വരുമ്പോൾ അവന്റെ ശരീരം അവിടെ ഒരുക്കപ്പെട്ട് കഴിഞ്ഞിരിക്കും. മരിച്ചപ്പോൾ ശരീരത്തിൽ നിന്ന് ആത്മാവ് എങ്ങനെ വിട്ടുപോയോ അതുപോലെ ആത്മാവ് ശരീരത്തിൽ കയറി ദേഹാത്മദേഹിയോടുകൂടെ സകല പാപികളും വെള്ളസിംഹാസനത്തിൽ ഹാജരാകും. ആദാം ഹവ്വമാർ പാപം ചെയ്തപ്പോൾ എന്താ സംഭവിച്ചേ? തേജസ്സിന്റെ അങ്കി പോയി, നഗ്നരായി ഇല്ലേ? പിന്നീടുണ്ടായ വസ്ത്രമെല്ലാം മനുഷ്യനുണ്ടാക്കിയതാ. ഇത് ശവത്തെ പുതപ്പിച്ച് കുഴിച്ചിട്ടാൽ നികിപ്പിച്ചാൽ ഇത് പോയി. ഉയർത്തുമ്പോൾ പാപികൾക്ക് വസ്ത്രമില്ല, വിവസ്ത്രരായിട്ടാണ് എല്ലാവരും ഇവിടെ വരുന്നത് കേട്ടോ. അത് ഓർത്താൽ തന്നെ പാപികൾ രക്ഷിക്കപ്പെടും. പക്ഷെ നമ്മുടെ ഉയർപ്പ് അങ്ങനെയല്ല. നിന്റെ സേനാധിപത്യത്തിൽ നിന്റെ ജനം നിനക്ക് സ്വമേധാദാനമായിരിക്കുന്നു. വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടുകൂടെ ഉഷസിന്റെ ഉദരത്തിൽ നിന്ന് യുവാക്കളായ മഞ്ഞ് നിനക്ക് വരുന്നു. നമ്മൾ യേശുവിൽ വിശ്വസിച്ച് രക്ഷാവസ്ത്രം പ്രാപിച്ചവരാകയാൽ നമ്മൾ ശവത്തെ പുതപ്പിക്കുന്ന തുണി ദ്രവിച്ചു പോയാലും ഉയർപ്പിന്റെ ദിനത്തിൽ കർത്താവ് നമുക്ക് തേജസ്സിന്റെ അങ്കി തരും. ഈ പാപികൾ വിവസ്ത്രരായിട്ടാണ് വന്നു നിൽക്കുക. അങ്ങനെ മരണവും പാതാളവും തങ്ങളെ മരിച്ചു ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തന് അവനവന്റെ പ്രവർത്തിക്കടുത്ത വിധിയുണ്ടായി. എന്നിട്ട് അവനവന്റെ വിധിക്ക് പ്രവർത്തിക്കുന്ന വിധിയുണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. മനുഷ്യനെ ദേഹാത്മദേഹിയോടുകൂടെ നിത്യനരകത്തിലേക്ക് തള്ളിക്കളയും. എല്ലാം നന്മതിന്മ തിരിച്ചറിഞ്ഞ ശേഷം മരിച്ചത് വരെയുള്ള എല്ലാം സിനിമയെ കാണുന്നോണം കാണിച്ചു കൊടുക്കും. അന്ന് കൊന്ന് കാറിന്റെ ഡിക്കി കൊണ്ടുപോയി ആരും അറിയാതെ രാത്രിയിൽ ട്രെയിൻ വരുന്ന സമയത്ത് റെയിൽപാളത്തിൽ തള്ളിയ ശവങ്ങൾ. കൊലപാതകം തെളിഞ്ഞിട്ടില്ല, ആരെയും ശിക്ഷിച്ചിട്ടില്ല. ഈ കോടതിയിൽ അത് വന്നില്ല, ഈ പോലീസ് സ്റ്റേഷനിൽ അത് അറിഞ്ഞില്ല. പക്ഷേ ആ ചെയ്യുന്ന സംഭവം സിനിമയിൽ കാണുന്ന പോലെ ഇവനെ കാണിച്ചു കൊടുക്കുമ്പോൾ ഇവൻ പറയും, തൊമ്മൻ പറയും, ഞാൻ കൊന്നതാ, എന്റെ കാറ് ഡിക്കി വെച്ച് കൊണ്ടുപോയതാ, ഞാൻ ട്രെയിനിന്റെ പാളത്തെ വെച്ചതാ, ട്രെയിൻ കയറി പോയിട്ട് ഞാൻ ചെന്ന് നോക്കിയതാ ശവം ചെതറി കിടക്കുന്നേ, എന്റെ കേസ് ആരും ചാർജ് ചെയ്തില്ല, ഞാൻ തെറ്റുകാരനാണ്. ചിത്രത്തിലും കാണിച്ചു കൊടുക്കുന്നു. ഈ കോടതി തെളിയാത്ത കേസുകളെല്ലാം അന്ന് തെളിയും. ആമേൻ. ഒന്നും ഒളിഞ്ഞിരിക്കത്തില്ല. കൊന്ന് സെപ്റ്റി ടാങ്കിന്റെ സ്ലാവുക്ക് തട്ടിയതും ഏതെല്ലാം കൊലപാതകങ്ങളെ ചുരുളെഴിയാൻ കിടക്കണേ, ഏതെല്ലാം മോഷണങ്ങളെ ചുരുളെഴിയാൻ കിടക്കുന്നേ. ഈ ലോകത്തിന് നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്നു, തെറ്റ് ചെയ്തവർ സംരക്ഷിക്കപ്പെടുന്നു. പല സ്ഥലത്തും അങ്ങനെയും നടക്കുന്നുണ്ട്. പക്ഷെ ദൈവത്തിന്റെ കോടതിയിൽ അങ്ങനെ ഒന്നും സംഭവിക്കത്തില്ല. അവിടെ ആകാശഭൂമികളാ സാക്ഷി പറയുന്നേ. എല്ലാം അവിടെ വെളിപ്പെടുത്തും. നരകത്തിൽ കിടക്കുന്ന പാപികൾ നരകത്തിൽ കിടന്നുകൊണ്ട് തങ്ങളെ തന്നെ വഴിച്ചിട്ട് പറയും, ഞാനിവിടെ വരാൻ കാരണം എൻ്റെ കയ്യിലിരിപ്പ് മോശം കൊണ്ടാ. നരകത്തിൽ കിടന്നും ദൈവത്തെ ദോഷം പറയത്തില്ല. സ്വത്രം. അങ്ങനെ അഗ്നിവന്മാരായ ദൂതന്മാർ നുള്ളിപ്പറക്കി ജീവോത്സവത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പുകൾ തള്ളിയിടുമെന്നുള്ള പ്രവചന ഭാഗം അന്ന് നിറവേറും. ആ വാക്യം അന്ന് നിറവേറുന്നേ, ഇതുവരെ നിറവേറിയിട്ടില്ല, അന്ന് നിറവേറും. അങ്ങനെ നരകത്തിയിലേക്ക് തട്ടിക്കളയും. സകലവാപികളെയും എല്ലാ പിശാചുക്കളെയും വേതാളങ്ങളെയും പ്രേതങ്ങളെയും ദുർഭൂതങ്ങളെയും എല്ലാം തട്ടും. അവിടെ തട്ടിക്കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? ഈ ആകാശഭൂമികൾക്ക് തീ പിടിക്കും. പ്രൈസ് ദി ലോർഡ്. വലിയ വെള്ളസിംഹാസനം മൂന്നാം സ്വർഗത്തിലല്ല, അന്തരീക്ഷത്തിൽ എവിടെയോ ഒരു ഭാഗത്തെ കർത്താവ് സ്ഥാപിക്കുന്നത്. സഹസ്രാബ്ദ ഭൂമിയിലെ വാഴ്ച കഴിഞ്ഞ് കർത്താവിനോടുകൂടെ നമ്മൾ അങ്ങോട്ട് മാറ്റപ്പെടുകയാണ്. അങ്ങനെ ഈ ആകാശഭൂമികൾ തീ പിടിക്കും. ഭൂമിയുടെ അന്തർഭാഗം അഗ്നികുണ്ഡമാണ് എന്ന് ഇയ്യോബിൻ്റെ പുസ്തകത്തിലുണ്ട്. ഭൂമിയുടെ അന്തർഭാഗത്തെ തീ വെളിയിലേക്ക് വരികയും സ്വർഗത്തിൽ നിന്ന് തീ ഭൂമിയിലേക്ക് ഇറങ്ങുകയും ഭൂമി അതിൻ്റെ ചുറ്റുമുള്ള ആകാശമണ്ഡലം ഉൾപ്പെടെ ഒരു അഗ്നിഗോളമായി വെളിപ്പെടും. പർവ്വതങ്ങളും കല്ലുകളും മെഴുകു പോലെ ഉരുകും. സമുദ്രയിലും വറ്റിപ്പോയി സമുദ്രം ഇല്ലാതാകും. അങ്ങനെ ഇത് കത്തിയഴിഞ്ഞ ശേഷം വേറെ ആകാശവും വേറെ ഭൂമിയും വരികയല്ല. ഈ ആകാശത്തെ കത്തിച്ച് ഇതിനെ ശുദ്ധീകരിച്ച് പുത്തനാക്കുക, ഈ ഭൂമിയെ കത്തിച്ച് ശുദ്ധീകരിച്ച് പുത്തനാക്കുക. നമ്മളൊക്കെ മരിച്ചാൽ നമ്മുടെ ശവം കൊണ്ടുപോയി മറവ് ചെയ്യുന്നില്ലേ? നമ്മൾ ഉയർക്കുമ്പോൾ പുത്തൻ ശരീരത്തിലാണ് ഉയർക്കുന്നത്. അത് വേറെ ശവമല്ല, ഈ ശവം തന്നെ ദൈവം പുത്തനാക്കിയെടുക്കുക. ഇതുപോലെ ഭൂമി പോയി വേറെ ഭൂമി വരികയല്ല, ഭൂമിയെ ദൈവം പുത്തനാക്കുകയാണ്. ആ ഭൂമിയിൽ സമുദ്രമില്ല. വെളിപ്പാട് 21 ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. പുതിയ ആകാശം പുതിയ ഭൂമി നിലവിൽ വന്നു കഴിയുമ്പോൾ പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ആകാശഭൂമിയിൽ കത്തി ഇത് പുതുതാകും.
എന്നിട്ട് പുതിയ യെരൂശലേം മൂന്നാം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും പുതിയ ഭൂമിയിലേക്ക്. കർത്താവ് തൻ്റെ മണവാട്ടി സഭയ്ക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്ന മനോഹര സൗധം ഇറങ്ങി വരുന്ന യോഹന്നാൻ ദർശനത്തിൽ കണ്ടു. യോഹന്നാൻ ആദ്യം ദർശനത്തിൽ കണ്ടത് ഈ ആകാശം കത്തുന്നത് കണ്ടു, പിന്നെ ഈ ഭൂമി കത്തുന്നത് കണ്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ പുതിയ ആകാശം വന്നത് കണ്ടു, പുതിയ ഭൂമി വന്നത് കണ്ടു. അതിനെ തുടർന്ന് യോഹന്നാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ മൂന്നാം സ്വർഗത്തിൽ നിന്ന് പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം അന്തരീക്ഷത്തിലൂടെ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത് ആ ദർശനത്തിൽ കണ്ടു. അതാണ് 21 തുടർന്ന് വായിക്കുന്നത്. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. പുതിയ യെരൂശലേമിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കൂടാരം എന്നാണ്, ടെമ്പററി ആണ്. എന്ന് വെച്ചാൽ പുതിയ യെരൂശലേം പുതിയ ഭൂമി സ്ഥിരമല്ല, പെർമനന്റ് അല്ല. ഒരു നിശ്ചിത കാലയളവ് കഴിയുമ്പോൾ പുതിയ യെരൂശലേം നിത്യതയിലേക്ക് പോകും. അതാ അതിനെ കൂടാരം എന്ന് വിളിക്കാൻ കാരണം, താൽക്കാലിക വാസസ്ഥലം എന്നർത്ഥം. ആ പുതിയ യെരൂശലേം ഇറങ്ങി വരുമ്പോൾ അതിൽ പിതാവാം ദൈവവും പുത്രനാം ദൈവവും പരിശുദ്ധ റൂഹയും ഉണ്ടായിരിക്കും. പുതിയ നിയമസഭ കാണും, വിശുദ്ധന്മാരുണ്ടായിരിക്കും. സ്തോത്രം. പുതിയ യെരൂശലേമിൽ അത് സ്ഥാപിതമാകുമ്പോൾ അതിനകത്തു പാർക്കുന്നവരാരെന്നറിയാവോ? പിതാവും പുത്രനും പരിശുദ്ധാത്മാവും മണവാട്ടി സഭയും. പിന്നെ മുറ്റമുണ്ട്, മതിലുണ്ട്, ഗോപുരമുണ്ട്. അവിടെ പഴയ നിയമത്തിൽ വിശുദ്ധന്മാരോ പീഡനകാലത്തിലെ രക്തസാക്ഷികളോ പാർത്തോട്ടെ, ഉള്ളിൽ അവർക്ക് സ്ഥലമില്ല. കാരണം ഇത് മണവാട്ടിയുടെ വാസസ്ഥലമാണ്. അതിന്റെ മതിൽക്കെട്ടിന് വെളിയിൽ തേജസ്കരണം പ്രാപിക്കാത്ത യഹൂദനെ കൊണ്ടുവന്ന് പാർപ്പിക്കും, സഹസ്രാബ്ദത്തിൽ ശേഷിച്ചവരെ. അതിന്റെയും ചുറ്റില് തേജസ്കരണം പ്രാപിക്കാത്ത ജാതികളെ കൊണ്ടുവന്ന് പാർപ്പിക്കും, സഹസ്രാബ്ദത്തിൽ ശേഷിച്ചവരെ. വിവരിക്കാൻ ഇവിടെ സമയം. സ്തോത്രം. ഒരു ഐഡിയ പറയാ. ആ പുതിയ യെരൂശലേമിന്റെ വലിപ്പത്തെ കുറിച്ച് വെളിപ്പാട് 21 അധ്യായത്തിൽ കൊടുത്തിട്ടുണ്ട്. പുതിയ യെരൂശലേമിന്റെ വലിപ്പം. പുതിയ യെരൂശലേം സമചതുരമാണെന്ന, ഒരു വശത്ത് 1200 നാഴികയാണെന്ന, ഗ്രീക്കില് 12,000 സ്റ്റേഡിയം എന്നാണ് കാണുന്നത്. തമിഴ് ബൈബിളിൽ 12,000 സ്ഥാതി എന്നാണ്. ഒരു സ്ഥാതി എന്ന് പറഞ്ഞാൽ റോമൻ മൈലിന്റെ 8-1 606.25 അടി വരും. അങ്ങനെയെങ്കിൽ 12,000-ത്തെ 606.25 അടി കൊണ്ട് ഗുണിച്ചാൽ 1378 നാഴിക, 7 ഫർലോങ്, 180 ഗജം കാണും. ഏകദേശം 1379 മൈൽ നീളം, അത്രയും വീതി, അത്രയും ഉയരമാണ് പുതിയ യെരൂശലേമിന്റെ വലിപ്പം, വീടിന്റെ വലിപ്പം. എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഭൂപടം എടുത്തു വെച്ചിട്ട് കന്യാകുമാരിയിൽ നിന്ന് ന്യൂഡൽഹിയിലേക്ക് സ്കെയിൽ വെച്ചൊരു വര വരയ്ക്കുക. അത്രയും നീളം, അത്രയും വീതി, അത്രയും ഉയരം. ആ വലിപ്പത്തിൽ ഇന്ത്യയിൽ ഒരു വീട് പണിയാൻ നോക്കിയിട്ട് സ്ഥലമില്ല. കാരണം ഇന്ത്യയുടെ മധ്യഭാഗത്ത് അല്പം വീതിയുള്ളത്, അവിടെ ഇത്രയും വീതിയിൽ സമചരത്തിൽ പണിയാൻ സ്ഥലമില്ല. അതാണ് നമ്മുടെ സ്വന്തം വീട്. പ്രൈസ് ദി ലോർഡ്. അതുപോലൊരു വീട് ഭൂമിയിൽ പണിയണമെങ്കിൽ എത്രയൊക്കെ സ്ഥലം വേണമെന്നറിയാമോ? 121,70,10,123 ഏക്കർ, 97 സെന്റ് സ്ഥലം വേണം. ആർക്കാ ഉള്ളേ? ടാറ്റായ്ക്കുണ്ടോ? ബിർളയ്ക്കുണ്ടോ? സ്തോത്രം. മണവാട്ടി സഭയിൽ 100 കോടി ആളുകളുണ്ടെങ്കിൽ ഈ കെട്ടിടത്തിന്റെ ഒരു നിലയിൽ താമസം ഒരുക്കിയാൽ ഒരാൾക്ക് ഏകദേശം 1.25 ഏക്കറുള്ള ഒരു റൂം കിട്ടും. പക്ഷേ പുതിയ യെരൂശലേം ഒരു നിലയല്ല, അനേക നിലകളാണ്. ആമോസിന്റെ പ്രവചനത്തിലുണ്ട്, പുതിയ യെരൂശലേം പുതിയ ഭൂമിയിൽ വന്നിരുന്നാൽ ആകാശത്തിൽ ദൈവം മാളിക മുറി പണിതുകൊണ്ടെന്ന് തോന്നും. തട്ടുതട്ടായിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ അത് എത്ര വലിപ്പത്തിലാ റൂമായി തിരിക്കണമെന്ന് ബൈബിളിൽ വെളിപ്പെടുത്തിയിട്ടില്ല. പുതിയ നിയമ വിശ്വാസികളുടെ എണ്ണം കർത്താവിനെ അറിയത്തുള്ളൂ. അതുകൊണ്ട് അവരുടെ എണ്ണത്തിന് തക്കവണ്ണം ഇതിന്റെ ഉൾഭാഗം മൊത്തം ദൈവത്തിന്റെ സിംഹാസനം ഇരിക്കാനുള്ള പ്രത്യേക ഭാഗം ഒഴിവാക്കി ബാക്കി മൊത്തം പുതിയ നിയമ മണവാട്ടി സഭയുടെ എണ്ണത്തിന് ഒത്തവണ്ണമാണ് ദൈവം തിരിക്കുന്നത്. എത്ര വലിപ്പമുള്ള മുറിയായിരിക്കുന്നത്! 40 അടി നീളം, 30 അടി വീതി, 20 അടി ഉയരത്തിലുള്ള മുറികളാക്കി തിരിച്ച മുറികളുടെ എണ്ണം പറയാം. ആ അളവിലാ തിരിക്കണേന്ന് ബൈബിളിലില്ല. നമ്മൾ പഠനത്തിന് വേണ്ടി തിരിക്കുക. കാരണം മണവാട്ടി സഭയിൽ അംഗങ്ങൾ എത്രയുണ്ടെന്ന് അറിയില്ല. അറിയാറുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ തിരിച്ചു പറയാമായിരുന്നു എത്ര ഏക്കർ കിട്ടിയെന്ന്. പക്ഷേ അത് അറിയില്ലാത്തത് കൊണ്ട് നമ്മൾ നമ്മുടെ സൗകര്യാർത്ഥം 40 അടി നീളം, 30 അടി വീതി, 20 അടി ഉയരമുള്ള റൂം തന്നെ നല്ല റൂമല്ലേ? ഈ കോളിന് എത്ര അടി നീളം കാണും വെച്ചായ? എത്ര അടി നീളം കാണും പാസ്റ്ററെ? അറിയോ ഏകദേശം? കോളിൻ്റെ നീളം 57 അടി. നമ്മൾ 40 അടി നീളത്തിൽ തിരിക്കുന്നു. 30 അടി വീതി. ഇതിൻ്റെ വീതി എത്ര കാണും?
22 27 അടി, നമ്മൾ 30 അടി വീതി, 40 അടി നീളം, 30 അടി വീതി. ഇതിന് ചുവരിന് ഒരു 10 അടി ഉയരം കാണൂലേ, നമ്മൾ 20 അടി തിരിക്കുന്നു. അപ്പം 40 അടി നീളം, 30 അടി വീതി, 20 അടി ഉയരമുള്ള റൂമുകളാക്കി തിരിച്ചാൽ, അത്രയും വലിയ റൂം വേണ്ടല്ലോ നമുക്ക്. റൂമുകളാക്കി തിരിച്ചാൽ എത്ര റൂം വേണമെന്നറിയാം? ഇതിൻ്റെ മൊത്തം നിലകളാക്കിയാൽ, തട്ടുകളാക്കിയാൽ 160 കോടി 82,80,704 കോടി 33,75,000 മുറികളുണ്ടായിരിക്കും. ആദാമ്യ വർഗം ഇന്ന് വരെ ജനിച്ചവർ 8,000 കോടിയാണെങ്കിൽ ആ 8,000 കോടിയുടെ 2 ലക്ഷം മടങ്ങാ മുറികളുടെ എണ്ണം. ആദാമ്യ വർഗത്തിൽ ഇതിനുള്ളിൽ വരുന്നവര് ചുരുക്കം പേരായിരിക്കുന്ന ബൈബിൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ എത്ര വലിയ റൂമായിരിക്കും നമുക്ക് കിട്ടുന്നത്? പ്രൈസ് ദി ലോർഡ്. ആ കെട്ടിടം ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടെന്നറിയാമോ? സ്വച്ഛസ്ഫടിക തുല്യമായ തങ്കം, സ്വടിയം കണ്ണാടി, സ്വച്ഛസ്ഫടികം, മറുപുറത്തേക്ക് കാണാൻ പറ്റുന്ന കണ്ണാടി പോലെയുള്ള തങ്കം. ഭൂമിയിലെ തങ്കമല്ല, ഭൂമിയിലെ സ്വർണ്ണം 22 കാരറ്റ് എന്ന് പറയുന്നത് ഭൂമിയിലെ 11 ഗ്രാം തങ്കത്തോട് 1 ഗ്രാം ചെമ്പ് ചേർക്കുമ്പോഴാണ് യഥാർത്ഥ 22 കാരറ്റ് സ്വർണം. ഇത് 22 കാരറ്റ് അല്ല, ഭൂമിയിലെ തങ്കമല്ല, സ്വർഗത്തിൽ നിന്ന് വെട്ടിയെടുത്ത തങ്കം. മറുപുറത്തേക്ക് കാണാൻ പറ്റുന്ന കണ്ണാടി പോലെയുള്ള തങ്കമാണ് സ്വർഗീയ തങ്കം. അതുകൊണ്ടാണ് ഈ കെട്ടിടം മുഴുവൻ പണിത്. എന്താ രസം! ഒരു വശത്ത് നോക്കിയാൽ അങ്ങേ അറ്റം വരെ കാണാന്ന്, പുറമേ നോക്കിയാൽ മന്ദിരം ഇല്ലാന്ന് തോന്നും, തൊട്ട് നോക്കിയാൽ അറിയാം മന്ദിരം ഉണ്ടെന്ന്. അത്ര നല്ല തങ്ക. എന്ത് മനോഹര! സ്തോത്രം. അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ പാർക്കണേ. അതിൻ്റെ ഉള്ളിൽ പാർക്കാനുള്ള 22 കാരറ്റ് കാതും ഓട്ട തുളച്ച് ഇട്ടുകൊണ്ടിടക്കേണ്ട ആവശ്യമില്ല. ഒരു പെൺകുട്ടി ജനിച്ചാൽ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി കാത് തുളച്ച് കമ്മലിടും. 18 വയസ്സാകുമ്പോൾ അതിന് പറ്റിയത് തുറന്നിടും. അങ്ങനെ ഇട്ടിട്ടിട്ടിട്ട് ആ പെൺകുട്ടിക്ക് ദൈവം ആയുസ് കൊടുത്തു. ഇപ്പോൾ ആ പെൺകുട്ടിയുടെ അമ്മച്ചിയായി, വയസ്സ് 88. ചെറുപ്പത്തിലെ സൗന്ദര്യം കൂട്ടാൻ വേണ്ടി കാത് തുളച്ചതാ. ഇപ്പം അമ്മച്ചിയുടെ കാതിൻ്റെ ഉള്ളിൽ കൂടെ പോലീസുകാരൻ്റെ ലാത്തി ഇടാം. ചില അമ്മച്ചിമാരുടെ കാതിൻ്റെ ഉള്ളിൽ തൂമ്പാ കൈ കിടക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. സൗന്ദര്യം കൂടുക കുറേ ചെയ്തേ, പറ, കൂടുക കുറേ ചെയ്ത സൗന്ദര്യം പ്രായം ചെന്നപ്പോൾ അമ്മച്ചിമാരെ പിടിച്ചെടുത്ത നല്ല സുഖ. വളഞ്ഞ മുട്ടുള്ള കൊടയും കൊണ്ട് ഇങ്ങ് പിടിച്ച അമ്മച്ചി അവിടെ നിൽക്കും. നമ്മൾ ഇത്ര മനോഹരമായ കെട്ടിടത്തിൽ പാർക്കാനുള്ളവർ. ഇനി അതിന് ചുറ്റിലുമായിട്ടൊരു മതിലുണ്ട്. ആ മതിൽ മൊത്തം ഉണ്ടാക്കിയത് വിലയേറിയ രത്നങ്ങളിൽ ഒന്നായ സൂര്യകാന്തം. ഏറ്റവും വില കൂടിയ രത്നം സൂര്യകാന്താണെന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. മതിലിൻ്റെ ഒരു വശത്ത് നീളം കിളക്കണോ? ഏകദേശം 1400 മൈൽ. അങ്ങനെ 4 വശത്തും മതിൽ. ആ മതിലിൻ്റെ ഉയരം കിളക്കണമോ? 210 അടി. ഇത് 10 അടിയാണെങ്കിൽ മതിലിൻ്റെ ഉയരം 210 അടി. ഉയരത്തിൽ ഒരു വശത്ത് 1400 മൈൽ നീളം, ഏകദേശം അങ്ങനെ സമചതുരം. മൊത്തം വിലയേറിയ രത്നങ്ങളിലൊന്നായ സൂര്യകാന്തം. ചുട്ടകട്ടയല്ല, മാർബിളല്ല, കരിങ്കല്ലല്ല, വെട്ടുകല്ലല്ല. ഹല്ലേലൂയ! സ്വർഗീയ രത്നം, മതിൽ. സന്തോഷമുള്ളവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. അതിനെക്കുറിച്ച് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് അതിന് പൊക്കമുള്ള വൻമതിലുണ്ടെന്ന്. പൊക്കം ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പൊക്കമുള്ള മതിൽ നിന്ന് എഴുതിയാൽ മതിയായിരുന്നു. അങ്ങനെ പരിശുദ്ധാത്മാവിനെ എഴുതാൻ തോന്നിയില്ല. പരിശുദ്ധാത്മാവ് എഴുതിയ പൊക്കമുള്ള വൻമതിൽ. പൊക്കം ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പൊക്കമുള്ള മതിൽ എഴുതിയാൽ പോരെ? അങ്ങനെ എഴുതാതെ പൊക്കമുള്ള വൻമതിൽ എന്ന് എഴുതാൻ കാരണം എന്നറിയാവോ? അതിന്റെ വണ്ണം പറഞ്ഞിട്ടില്ല. ഉയരത്തിനൊത്ത് വണ്ണവും കൂടെ കാണുമെന്ന് മതിലിന്. അതാ പൊക്കമുള്ള വൻമതിൽ. ഈ വിലയേറിയ രത്നമായ സൂര്യകാന്തത്തിന്റെ നിറം എന്നറിയാമോ? സ്വച്ഛ വെണ്മ. സ്ഫടിക സ്വച്ഛതയുള്ളതാണ് സ്വച്ഛ വെണ്മ. സ്തോത്രം. ഓ, എന്താ മതിൽ! അങ്ങനെ ചുറ്റിലും മതിലാണ്. ആ മതിലിന് 12 അടിസ്ഥാനങ്ങളാ. 12 അടിസ്ഥാനങ്ങൾ. 12 അടിസ്ഥാനങ്ങൾ അലങ്കരിച്ചിരിക്കുന്ന 12 വിധ രത്നങ്ങൾ കൊണ്ടാണെന്ന്. ആ രത്നങ്ങളുടെ പേര് വെളിപ്പാട് 21 ഉണ്ട്. 1-ാം അടിസ്ഥാനം സൂര്യകാന്തം, 2-ാമത് നീലരത്നം, 3-ാമത് മാണിക്യം, 4-ാമത് മരതകം, 5-ാമത് നഗവർണി, 6-ാമത് ചുവപ്പുകല്ല്, 7-ാമത് പീതരത്നം, 8-ാമത് ഗോമേതകം, 9-ാമത് പുഷ്യരാഗം, 10-ാമത് വൈഡൂര്യം, 11-ാമത് പത്മരാഗം, 12-ാമത്തത് സുഗന്ധിരത്നം. ദൈവത്തെ സ്തുതിച്ചേ. നമ്മുടെ വീടായത്. അതിന്റെ കളർ എന്നാന്നറിയാമോ? മതിലിന്റെ കളറ് സ്ഫടിക സ്വച്ഛത, സ്വച്ഛവെണ്മ.
12 അടിസ്ഥാനങ്ങൾ അലങ്കരിച്ചിരിക്കുന്നതാണ് 12 വിധ രത്നം. 12 അടിസ്ഥാനങ്ങൾ ഈ സ്വച്ഛ വെണ്മ തന്നെയാ, പക്ഷേ അത് അലങ്കരിച്ചേക്കുക 12 വിധ രത്നങ്ങൾ കൊണ്ട്. 3 രത്നങ്ങളാണ് 4 വശത്തും, അങ്ങനെ 12 രത്നങ്ങളാണ് ഇത് അലങ്കരിച്ചേക്കണത്. ഇവിടെ 3 അടിസ്ഥാനങ്ങൾ, അവിടെയും 3, ഇവിടെയും 3, ഇങ്ങനെ 3, 12 അടിസ്ഥാനങ്ങൾ. അല്ല, 1-ാം അടിസ്ഥാനം സൂര്യകാന്തം തന്നെയാ. ഈ മതിലിന്റെ അതേ രത്നം തന്നെയാണ് 1-ാമത്തത് സ്വച്ഛ വെണ്മ. 2-ാമത്തത് നീലരത്നം. നീലരത്നം എന്ന് പറഞ്ഞാൽ ആകാശ നീലവർണ്ണം. 3-ാമത് മാണിക്യം. മാണിക്യം എന്ന് പറഞ്ഞാൽ ആകാശ നീലത്തോടു കൂടെ ചില വരകൾ കൂടെ ഉള്ളതാണ് മാണിക്യം. 4-ാമത് മരതകം. മരതകം എന്ന് പറഞ്ഞാൽ തെളിഞ്ഞ പച്ചക്കളറ്. 5-ാമത് നഗവർണി. നഗവർണി എന്ന് പറഞ്ഞാൽ തെളിഞ്ഞ വെളുപ്പ് നിറത്തോട് നമ്മുടെ നഖത്തിന്റെ കളറും കൂടെ കലർന്നത് നഗവർണി. 6-ാമത്തത് ചുവപ്പ് കല്ല്, രക്തവർണ്ണമാണ്. 7-ാമത് പീതരത്നം, സ്വർണ്ണ കളറ്. 7-ാമത് പീതരത്നം. 8-ാമത്തത് വൈഡൂര്യം. 1-ാം അടിസ്ഥാനം സൂര്യകാന്തം, 2-ാമത് നീലരത്നം, 3-ാമത് മാണിക്യം, 4-ാമത് മരതകം, 5-ാമത് നഗവർണി, 6-ാമത് ചുവപ്പ് കല്ല്, 7-ാമത് പീതരത്നം, 8-ാമത്തത് ഗോമേതകം. ഗോമേതകത്തിന്റെ കളർ എന്നാണെന്നറിയാവോ? കടൽ വർണ്ണം. കടലിലെ വെള്ളം നിശ്ചലമായി കിടന്ന എന്താണോ കളറ് അതാണ് 8-ാമത്തത് ഗോമേതകം. 9-ാമത്തത് പുഷ്യരാഗം. പുഷ്യരാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞ കളറ്. 10-ാമത്തത് വൈഡൂര്യം. വൈഡൂര്യം എന്ന് പറഞ്ഞാൽ നല്ല വെളുത്തുള്ളിയുടെ കളറ്. സ്വത്രം. 11-ാമത്തത് പത്മരാഗം എന്ന് പറഞ്ഞാൽ ഓറഞ്ച് കളറ്. 12-ാമത് സുഗന്ധി രത്നം, ഊത നിറത്തിൽ അല്പം ഇരുൾച്ചയുള്ളത്. ഇങ്ങനെ 12 വിധ രത്നങ്ങൾ കൊണ്ടാണ് 12 അടിസ്ഥാനങ്ങൾ അലങ്കരിച്ചിരിക്കുന്നത്. അപ്പൊ പുറമേ നിന്ന് ചെല്ലുമ്പോൾ 12 അടിസ്ഥാന രത്നങ്ങൾ, 4 വശത്തും സ്ഫടിക സ്വച്ഛതയുള്ള മതിൽ. ഇനി ഓരോ വശത്തും കടക്കുവാൻ 3 ഗോപുരങ്ങളുണ്ട്, 3 പ്രവേശന ദ്വാരങ്ങൾ. ഇത് കിഴക്ക് ഭാഗമാണെങ്കിൽ കിഴക്ക് ഭാഗത്ത് 3 ഗോപുരങ്ങൾ, ഓരോ ഗോപുരവും ഓരോ മുത്താണ്. ഇവിടെ 3 മുത്തുണ്ട്. ഈ മതിലിനേക്കാൾ പൊക്കമുള്ളതാ മുത്ത്. അപ്പം 3 പ്രവേശന കവാടങ്ങൾ, അവ 3 ഗോപുരങ്ങൾ ഓരോ മുത്താണ്. അങ്ങേ ഭാഗത്തും 3 ഗോപുരങ്ങൾ 3 മുത്ത, ഇങ്ങേ ഭാഗത്തും 3 ഗോപുരങ്ങൾ 3 മുത്ത, അങ്ങേ ഭാഗത്തും 3 ഗോപുരങ്ങൾ 3 മുത്ത, അങ്ങനെ 12 മുത്തുകൾ. സ്തോത്രം. ഇനി ശ്രദ്ധിക്കുക, ആ 12 മുത്തുകളിൽ രൂബേൻ മുതൽ ബെന്യാമീൻ വരെയുള്ള ഗോത്രനാമങ്ങൾ കൊത്തപ്പെട്ടിരിക്കുക. രൂബേൻ, ശിമിയോൻ, ലേവി, യഹൂദ, ദാൻ, നഫ്താലി, ഗാദ്, ആസേർ, ഇസ്സാഖാർ, സെബൂലൂൻ, യോസേഫ്, ബെന്യാമീൻ. 12 ഗോത്രനാമങ്ങൾ കൊത്തിയിരിക്കുക. ഈ 12 അടിസ്ഥാനങ്ങളുണ്ടല്ലോ, അതിൽ കുഞ്ഞാടിന്റെ 12 അപ്പോസ്തലന്മാരുടെ പേരുകൾ കൊത്തിയിരിക്കുക. സ്തോത്രം. ഈ പ്രവേശന കവാടങ്ങളിൽ അവിടെ അതിന്റെ ഗോപുരങ്ങൾ പകൽക്കാലത്ത് അടയ്ക്കയില്ല, രാത്രി അവിടെ ഇല്ലല്ലോ. അപ്പൊ ഗോപുരത്തിന് വാതിലില്ല, തുറന്ന വഴിയാ. പക്ഷെ ആ വാതിൽക്കൽ 12 മാലാഖമാർ നിൽക്കുന്നു. ഇതൊരു പ്രവേശന കവാടാണെങ്കിലേ അവിടെ മാലാഖ നിൽക്കുക. പള്ളിയുടെ മുകളിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കോൺക്രീറ്റ് മാലാഖയല്ല, ഒറിജിനൽ മാലാഖ. അവരുടെ ആ നിലയും ആ ഗാംഭീര്യവും അവരുടെ എടുപ്പും നിൽപ്പും ഒക്കെ കണ്ടാൽ തന്നെ എന്താ രസം എന്നറിയാവോ? എന്തിനാ അവിടെ നിർത്തിയേക്കണമെന്നറിയാവോ? ഇതിന്റെ പുറമേ താമസിക്കുന്ന യഹൂദന്മാരും ജാതികളും. ഈ കെട്ടിടത്തിന്റെ ഉള്ളിൽ മധ്യത്തിലാണ് ദൈവം നമ്പുരാൻ, കെട്ടിടത്തിന്റെ ഉള്ളിലാണ് നമ്മൾ. അത് കഴിഞ്ഞ് പ്രാകാരം, മുറ്റം, അത് കഴിഞ്ഞ് മതിൽ. ഈ ദൈവത്തിന് തിരുമുൽക്കാഴ്ച കൊണ്ടുവരും. ഭൂമിയുടെ രാജാക്കന്മാർ തങ്ങളുടെ മഹത്വം അതിലേക്ക് കൊണ്ടുവരുമെന്നാണ് പ്രവചനം. അങ്ങനെ കൊണ്ടുവരുമ്പോഴേ ക്രമപരിപാലനത്തിന് വേണ്ടിയാണ് 12 മാലാഖമാർ നിൽക്കുന്നത്. അല്ലാതെ അടിയുണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ടല്ല. ക്രമപരിപാലനം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവിടെ അതിന്റെ നടുത്തളത്തിൽ, പുതിയ യെരൂശലേമിന്റെ നടുത്തളത്തിൽ ദൈവസിംഹാസനമാണ്. 22-ാം അധ്യായത്തിലുണ്ട്, വീതിയുടെ നടുവിൽ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം പുറപ്പെടുന്നതായി ശുഭ്രമായ ജീവജലനിധിയും അവനെ കാണിച്ചു.
കണ്ടോ, ആ സിംഹാസനത്തിന്റെ കീഴെ നിന്നല്ല, സിംഹാസനത്തിൽ നിന്ന് നദി പുറപ്പെടുകയാണ്. നദി പരിശുദ്ധാത്മാവിന്റെ നിഴല, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം സിംഹാസനത്തിലുണ്ടെന്ന പ്രത്യേകം പറയുന്നു. ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനങ്ങൾ എന്നല്ല, സിംഹാസനം. വ്യക്തി രണ്ടാ, ഇരിപ്പിടം ഒന്നാ. നദി അവിടെ നിന്ന് പുറപ്പെടുന്നത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടെന്നുള്ളത് തെളിവാ. കാരണം കർത്താവ് പറഞ്ഞല്ലോ, ഉത്സവത്തിന് നമ്മൾ മഹാദിനമായി കൊടുക്കുന്ന നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്ന പോലെ ജീവജലത്തിന് നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാണ് പറഞ്ഞതെന്ന്. നദി അക്ഷരാർത്ഥത്തിലുണ്ട്, പക്ഷേ അത് സിംഹാസനത്തിന്റെ കീഴേ നിന്നല്ല. കാരണം പരിശുദ്ധാത്മാവ് കീഴിലല്ല ഇരിക്കണേ, സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നു എന്നാ. അപ്പൊ ആ സിംഹാസനത്തിൽ തൃത്വത്തിൽ മൂന്നാമനുണ്ട്. ഓ, എന്താണ് ശാന്തമായി ഒഴുകുക. പുതിയ ഭൂമിയിൽ സമുദ്രമില്ല, അതുകൊണ്ട് പുതിയ ഭൂമിയിൽ മൊത്തം ഈ നദി ഒഴുകും. അതിന്റെ നീളം എന്തായിരിക്കും? ആ നദിയുടെ ഇരുകരയിലും ജീവവൃക്ഷങ്ങൾ നിൽക്കുന്ന ആ ജീവവൃക്ഷങ്ങളിൽ എപ്പോഴും ഫലമുണ്ടായിരിക്കും. ആമേൻ, ആമേൻ. വെളിപ്പാട് പുസ്തകത്തിൽ 22-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും, അവർ അവന്റെ മുഖം കാണും. ഓ, നമ്മൾ ആ കൊട്ടാരത്തിന്റെ ഉള്ളിലിരുന്ന് ദൈവത്തെ അവന്റെ തന്മയത്വത്തിൽ, തൽസ്വരൂപത്തിൽ, ദൈവത്തെ ആളത്വത്തിൽ മൂന്നായും സാരാംശത്തിൽ ഒന്നായും സമ്പൂർണ്ണ തേജസ്സിൽ നമ്മുടെ ഉയർപ്പിൻ കണ്ണുകൊണ്ട് നാം സ്പഷ്ടമായി നോക്കിക്കാണും. സറാഫികൾക്ക് പോലും കാണാൻ കഴിയാത്ത ദൈവത്തെ രണ്ട് ചിറകൊണ്ട് കണ്ണു മറച്ച അവർ നോക്കുന്നേ. സ്വർഗവാസികൾ ആരും കാണാത്ത എന്ന് വെച്ചാൽ ഒട്ടും കാണാത്ത എന്നല്ല, പൂർണ്ണമായി കാണാത്ത. മാലാഖമാരാരും പൂർണ്ണമായി കാണാത്ത, ആമേൻ, മാലാഖമാരാരും പൂർണ്ണമായി കാണാത്ത ആ ദൈവത്തെ നമ്മൾ ഓരോരുത്തർ പൂർണ്ണമായി കാണുമ്പോൾ നമ്മുടെ ഹല്ലേലൂയ എത്ര ശക്തിയായിരിക്കും. ഇന്ന് നാം വിശ്വാസത്തിൽ ആരാധിക്കുന്നു, അന്ന് മുഖം കണ്ട് ആരാധിക്കും. യാതൊരു ശാപവും അവിടെ ഉണ്ടാകയില്ല, ഇനി മരണമുണ്ടാകയില്ല, ദുഃഖവും നെടുവീർപ്പും കഷ്ടതയും ഒന്നും ഇനി അവിടെ ഇല്ല. ഏറ്റവും കുറഞ്ഞ 33,000 കൊല്ലം നാം പുതിയ ഭൂമിയിൽ, പുതിയ യെരൂശലേമിൽ ഇരുന്ന് ദൈവത്തെ സ്തുതിക്കും. ദൈവമക്കളെ, അത് കഴിഞ്ഞാൽ പുതിയ യെരൂശലേം ദൈവത്തോടും വിശുദ്ധന്മാരോടും കൂടെ നിത്യതയിലേക്ക് മറയും. എപ്പോഴാണെന്നറിയാവോ? കാലം അവസാനിക്കുമ്പോൾ. വെളിപ്പാട് 10:6 നമ്മുടെ ആദ്യത്തെ കുറിവാക്യം. ഇനി കാലമുണ്ടാകയില്ലെന്ന്. 33,000 കൊല്ലം എന്ന് പറയുന്നത് യഹൂദന് ന്യായപ്രമാണം കൊടുത്തപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ദൈവകൽപ്പനകൾ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദയ കാണിക്കുന്നു. അങ്ങനെ ദൈവം പറഞ്ഞതാണെങ്കിൽ ദൈവം 1000 തലമുറ ദയ കാണിച്ചേ പറ്റുള്ളൂ. ദൈവം മോഹന വാഗ്ദത്തങ്ങൾ വചനത്തിൽ തന്നിട്ട് വാക്കുമാറുന്നവനല്ലാട്ടോ. ദൈവം പറഞ്ഞാൽ അതൊക്കെ നിറവേറും. അതുകൊണ്ട് അത് നിറവേറണ്ടേ? ആകാശം ഭൂമിയും ഒഴിഞ്ഞു പോകുന്നവരെ ന്യായപ്രമാണത്തിൽ വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും സകലം നിവൃത്തിയാകോളം ഒഴിഞ്ഞു പോകയില്ല. യേശു ക്രൂശിൽ മരിച്ചപ്പോൾ നിവൃത്തിയായ ന്യായപ്രമാണമുണ്ട്, ഇനി നിവൃത്തിയാകാനുള്ളതുണ്ട്. യാഗങ്ങൾ അങ്ങനെ നിവൃത്തിയായി, ശബത്തൊക്കെ നിവൃത്തിയായി, അതുകൊണ്ട് നമ്മൾ ശബത്താചരിക്കണ്ട. പക്ഷെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന എല്ലാം ഇതുവരെ നിവൃത്തിയായിട്ടില്ല. യെശയ്യാ പ്രവചനത്തിൽ പുതിയ ആകാശഭൂമികളുണ്ട്, അത് ഇതുവരെ നടന്നിട്ടില്ല, എല്ലാം നിവൃത്തിയാകണ്ടേ? അങ്ങനെ ഈ വചനത്തിൽ എഴുതിയിരിക്കുന്ന സത്യങ്ങളെല്ലാം നിവൃത്തിയാകൂന്ന് ഒന്നും ആകാതിരിക്കയില്ല. അതിലൊരു ഭാഗമാണ് 10 കൽപ്പനയിൽ ദൈവം പറഞ്ഞു മോശെ മുഖാന്തരം യഹൂദനോട്, കൽപ്പനകൾ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ഞാൻ ദയ കാണിക്കാം. 1000 തലമുറ ദയ കാണിക്കണം. ആദാം മുതൽ നോഹ വരെ തലമുറകൾ 10, നോഹ മുതൽ അബ്രാഹാം വരെ തലമുറകൾ 10. തെളിവ് ഉൽപ്പത്തി 5, ഉൽപ്പത്തി 11 അധ്യായങ്ങൾ. അബ്രാഹാം മുതൽ ക്രിസ്തു വരെ തലമുറ 42. തെളിവ് മത്തായി സുവിശേഷം 1 അധ്യായം. അപ്പൊ ആദാം മുതൽ ക്രിസ്തു വരെ തലമുറകൾ ആകെ 62. 62. BC 4000 വർഷമാണെങ്കിൽ തലമുറകൾ 62. അങ്ങനെയെങ്കിൽ AD 2000 നമ്മൾ എടുത്താൽ 62 തലമുറ ഇല്ലല്ലോ. നമുക്കൊരു 40 തലമുറ കൊടുത്തേക്കാം. 40 തലമുറ കൊടുക്കണ്ട, 31 കൊടുത്താൽ മതി. 40 കൊടുക്കുക, അപ്പോൾ 102
102 തലമുറയായി. എത്ര തലമുറയാണ് വാഗ്ദത്തം? 1000 തലമുറ. ആദാം മുതൽ നോഹ വരെ തലമുറ 10 ഉള്ളൂ. ആദാം മുതൽ നോഹ വരെ തലമുറ എത്രയാ? 10. നമുക്ക് സഹസ്രാബ്ദത്തിന് ഒരു 2 തലമുറ കൊടുത്താൽ മതി, നമുക്ക് 10 കൊടുത്തേക്കാം. സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് ഒരു 2 തലമുറ കൊടുത്താൽ മതി, നമുക്ക് എത്ര കൊടുക്കാം? 10 കൊടുക്കാം, കയറ്റി കൊടുക്കുക. അപ്പം തലമുറ എത്രയായി? 102ഉം 10ഉം. നിങ്ങൾ എന്നോടൊപ്പം ഇല്ലേ? 112. അപ്പം സഹസ്രാബ്ദം വരെ 112 തലമുറയാകുന്നുള്ളൂ ഏറിയാൽ. അപ്പം 1000 തലമുറയോട് ദയ കാണിക്കണ്ടേ? എന്നാ കാണിക്കുക? അത് പുതിയ ഭൂമിയിലല്ലാതെ വേറെ വഴിയില്ല ഇനി. ആമേൻ. ഒരു തലമുറ ക്രിസ്തുവിൻ്റെ ഐഹിക ജീവിതകാലം ഏകദേശം 33.5 വർഷമാണ്. അര തള്ളുക, 33 എടുക്കുന്നു. ദാവീദ് 40 കൊല്ലം ഭരിച്ചെങ്കിലും 40 എന്ന് എഴുതിയേക്കണേ. അതുകൊണ്ട് അര നമുക്ക് തള്ളാം. നമ്മൾ ചെയ്യുന്നതൊക്കെ വേദവസ പ്രകാരമാണല്ലോ. അപ്പോൾ ഒരു തലമുറ ക്രിസ്തുവിൻ്റെ ആയുസ് എടുക്കുക നമ്മൾ. അത് വെച്ച് 33 വർഷം എടുത്താൽ 1000 തലമുറ 33,000 കൊല്ലം. അപ്പൊ ഏറ്റവും കുറഞ്ഞത് പുതുവാന ഭൂമിയിൽ പുതിയ യെരൂശലേം എത്ര നാൾ കാണും? മിനിമം എത്ര വർഷം കാണുമെന്ന്? 33,000 കൊല്ലം. ശരാശരി 50 വർഷം എടുത്താൽ 50,000 വർഷം കാണും. അല്ല, ഒരു തലമുറ എന്നുള്ളത് 80 കൊല്ലം എടുത്താൽ 80,000 വർഷം കാണും. 70 എടുത്താൽ 70,000 കൊല്ലം കാണും. ഏറ്റവും കുറഞ്ഞത് മിനിമം 33,000 വർഷമെങ്കിലും നാം പുതിയ ഭൂമിയിൽ പുതിയ യെരൂശലേമിൽ കർത്താവിനോടുകൂടെ പുതിയ ഭൂമിയിൽ വാഴും. അത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ക്രിസ്തു, കൊരിന്ത്യർ ലേഖനം 15 പൗലോസ് പറയുന്നുണ്ട്, ക്രിസ്തു എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. കാലം തീരുകയും നിത്യത ആരംഭിക്കുകയും ചെയ്യും. ത്രിയേക ദൈവം തന്റെ ജനത്തോടുകൂടെ നിത്യതയിലേക്ക് കെട്ടിടത്തോടുകൂടെ പോകും. സ്തോത്രം. പുതിയ ഭൂമിയിൽ അക്ഷരിക യഹൂദനും അക്ഷരിക ജാതിയും കാണും, നമ്മൾ കാണില്ല. നമ്മൾ പുതിയ യെരൂശലേമിനോടുകൂടെ നിത്യതയിൽ മറഞ്ഞു. അപ്പൊ പുതുവാന ഭൂമിയിലെ നിവാസകാലം കഴിയുമ്പോഴാണ് കാലം തീരുന്നേ. അതാ വെളിപ്പാട് 10:6. ഇനി കാലമുണ്ടാകയില്ല. അപ്പൊ കാലത്തിന്റെ ആരംഭത്തിൽ സ്വർഗഭൂമികൾ സൃഷ്ടിച്ചെങ്കിൽ സമ്പൂർണ്ണ യുഗത്തിൽ പുതിയ ഭൂമിയിലെ വാസം, പുതിയ യെരൂശലേമിലെ വാസം തീരുമ്പോൾ കാലം അവസാനിക്കും. നിത്യതയിൽ കാലം തുടങ്ങിയതുപോലെ കാലം അവസാനിച്ച് വീണ്ടും ഇറ്റേണിറ്റി, നിത്യത തുടങ്ങും. സഹസ്രാബ്ദത്തിലും പുതിയ ഭൂമിയിലും യേശുക്രിസ്തു മനുഷ്യപുത്രൻ എന്നുള്ള നിലയിൽ ഭരണം നടത്തും. എന്നാൽ നിത്യതയിലെ ഭരണം എങ്ങനെയാന്ന് പറയാം? ക്രിസ്തു എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തെ ശക്തിക്ക് നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കുന്നു പറഞ്ഞാൽ പുത്രന് ഭരണമില്ലെന്നല്ല ഇതിന്റെ അർത്ഥം. കഴിഞ്ഞകാല നിത്യതയിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരുമിച്ച് സമ്മേളിച്ച് എങ്ങനെ മുമ്പോട്ട് പോയോ അതുപോലെ വരുംകാല നിത്യതയിൽ പോകുന്നർത്ഥം. സ്തോത്രം. എത്ര സന്തോഷാണ്. ദൈവം നമ്മെ വീണ്ടെടുത്തത് വാസ്തവത്തിൽ ഭൂമിയിലെ നന്മകൾ തരാനല്ല. വാസ്തവത്തിൽ നമ്മെ വീണ്ടെടുത്തത് സ്വർഗത്തിലെ സകലാത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചു. അതുകൊണ്ട് നമ്മെ ദൈവം വീണ്ടെടുത്തത് സ്വർഗീയ അനുഗ്രഹങ്ങൾ തരാനാണ്. അതുകൊണ്ട് അങ്ങോട്ട് പോയാലേ ശരിയാവുള്ളൂ. നിത്യതയിൽ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ കാര്യപരിപാടി എന്തായിരിക്കും? പൗലോസ് എഫെസോസ്യ വിശുദ്ധന്മാരോട് പറയുന്നു 2-ാം അധ്യായത്തിൽ, ക്രിസ്തു യേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്തധനത്തെ ദൈവം വരും കാലങ്ങളിൽ വെളിപ്പെടുത്തും. അതുകൊണ്ട് കാണാൻ പോകുന്ന പൂരം പറഞ്ഞു കേൾക്കണ്ടല്ലോ. നിത്യതയിൽ നമ്മൾ കയ്യും കെട്ടിയിരിക്കുകയല്ല. ദൈവം മിനക്കെട് കമ്പനിക്കാരനല്ല, സദാ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. ദൈവത്തിന്റെ പ്രവർത്തനത്തിന്റെ ഒരു ചെറിയ മണ്ഡലം മാത്രമാണ് ഭൂതലം. അതുകൂടാതെ ഏതെല്ലാം മണ്ഡലങ്ങളിൽ ദൈവം പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് നിത്യതയിൽ ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ കൃപയുടെ അത്യന്തധനത്തെ നമുക്ക് വെളിപ്പെടുത്തി നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. അന്ന് നമ്മൾ ഹൃദയത്തിൽ പറയും, എൻ്റെ ദൈവമേ
ഭാവിയും ദോഷിയുമായ വഞ്ചകനും ചതിയനുമായ എന്നെ കുരിശിൽ ചൊരിഞ്ഞ പുണ്യാഗ്രഹം കൊണ്ട് കഴുകി വെടിപ്പാക്കി വിശദീകരിച്ച് വീണ്ടും ജനവും തന്ന് രക്ഷയിൽ നിന്ന് ദൈവമകനാക്കി ദൈവമകളാക്കി വിശ്വാസനാനമേറ്റ് പരിശുദ്ധ പ്രാപിച്ച ദൈവത്തെ ആരാധിച്ച സുവിശേഷത്തിൽ പങ്കാളിയായി ഈ ഭൂമിയിൽ ജീവിപ്പാൻ മാത്രമല്ലല്ലോ നീ എന്നെ വിളിച്ച് ഈ ദിവ്യ അനുഗ്രഹങ്ങളുടെ കലവറകൾ തുറന്ന് എനിക്ക് നൽകാനാണല്ലോ നീ എന്നെ കൊണ്ടുവന്നത് ഓർത്ത് ആ ക്രൂശിലെ ദൈവസ്നേഹമോർത്ത് നിത്യത മുഴുവൻ നാം ദൈവത്തെ മുഖത്തെപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇതിലേറ്റവും പ്രധാന വിഷയം ഈ നടുവിൽ കാണുന്ന ക്രൂശാണ്. ക്രൂശിലൂടെ ദൈവം തരുന്ന എല്ലാ നന്മകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളോട് ഞാൻ പറയട്ടെ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവാണ് നമ്മുടെ വിഷയം. യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ ആ കർമ്മപരിപാടിയിൽ കാലൂന്നിന്നോളം അത് വിട്ട് എങ്ങോട്ടും കാല് മാറ്റി ചവിട്ടരുത്. അതിൽ നിൽക്കുന്ന എല്ലാവരും അവിടെ എത്തും. മറ്റൊരുത്തിനും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യൻ നൽകപ്പെട്ട വേറെ നാമമില്ല. രക്ഷ യേശു ക്രിസ്തുവിൽ മാത്രമാണ്. അത് വിശ്വാസത്താലാണ്. ശിക്ഷയായി നിറയുന്ന വിടുതലാണ് രക്ഷ. പാപിയായ മനുഷ്യന് ശിക്ഷ നിത്യമായ നരകമാണ്. അത് കൃപയാൽ ദൈവം തരികയാണ്. രക്ഷ സൗജന്യമായി തരികയാണ്. അങ്ങനെ വിശ്വാസത്താൽ പാവങ്ങൾ ഉപേക്ഷിച്ച് മാനസാന്തരപ്പെട്ട് വിശ്വാസം രക്ഷിക്കപ്പെട്ടവരെ വിശ്വാസനാനമേറ്റ് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് വിശുദ്ധിയെ തികച്ച് ഈ വചനത്തിന് നേർരേഖയിൽ മുമ്പോട്ട് പോയാൽ ആ മനോഹര തീരത്ത് കാണാം. ഈ വിശ്വാസത്തിൽ നമ്മെ വ്യതിചലിപ്പിക്കുവാൻ സാത്താനോ ലോകമോ വന്നാൽ പറയണം, ലോകസുഖ സൗകര്യങ്ങളാകുന്ന ആ പ്രാപങ്ങൾ എന്നെ മോടിയോടെ മാടി വിളിച്ച ഞാനില്ല. ലോകമേ നിന്റെ സന്തോഷം എനിക്ക് വേണ്ട. ലോകമേ നീ തരുന്ന താൽക്കാലിക സമാധാനം എനിക്ക് വേണ്ട. എനിക്ക് ക്രിസ്തുവിൽ നിത്യസന്തോഷം, സ്വർഗീയ സമാധാനം. ലോകം തരുന്ന ആഡംബരങ്ങൾ എനിക്ക് വേണ്ട. ലോകം മോഹങ്ങളൊന്നും വേണ്ട. ജീവനും ഭക്തിക്കുമായുള്ളത് മതി. അത് ദൈവം തരും. വചനത്തിലൂടെ ദൈവം തന്നിട്ടുണ്ട്. ദൈവം നമുക്ക് ഈ ഭൂമിയിൽ എന്തെല്ലാം വേണോ നന്മകൾ, അതൊക്കെ നമ്മേക്കാൾ കൂടുതൽ ദൈവത്തിന് അറിയാം. ദൈവം അതെല്ലാം തരും. ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവമേ ഏത് അനുഗ്രഹത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ ഒരു വാക്കുകൂടെ നിങ്ങൾ പറഞ്ഞാട്ടെ, ദൈവമേ ഇന്ന നന്മ എനിക്ക് വേണം, ഇന്ന അനുഗ്രഹം എനിക്ക് വേണം എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ പറയണം, കർത്താവേ നീ അത് നൽകുമ്പോൾ നിന്റെ പുത്രനെ എനിക്ക് നഷ്ടമാകുമെങ്കിൽ തരണ്ടാട്ടോ. അതാ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? യേശുവിനോട് കൂടെയുള്ള നന്മ മതി. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. യേശുവിനോട് കൂടെയുള്ള നന്മ മാത്രം മതി. യേശുവിനെ കൂടാതെ നമുക്കൊരു നന്മയും വേണ്ട. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.